നമസ്കാരം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ വ്യക്തി ജീവിതം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒന്നാണ്. ആദ്യ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചി ഉന്നയിച്ച ഗുരുതരമായ ഗാർഹിക പീഡന ആരോപണങ്ങളും തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും ഒടുവിൽ 2013 ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞത്. ഈ വിവാദങ്ങൾ ഗണേഷിന്റെ ആദ്യ മന്ത്രിസ്ഥാനം തെറിക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചിരുന്നു. യാമിനിയുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷം 2014 ഗണേഷ് കുമാർ ബിന്ദു മേനോനെ വിവാഹം കഴിക്കുന്നത്. പാലക്കാട് സ്വദേശിയായ ബിന്ദു മേനോൻ മാധ്യമരംഗത്തെ പ്രമുഖ വ്യക്തിത്വമാണ്. ഏഷ്യാനെറ്റിലെ മാർക്കറ്റിംഗ് വിഭാഗം ഓവർസീസ് ഓപ്പറേഷൻസ് ഹെഡായും ഗൾഫ് മേഖലയിലെ ജനറൽ മാനേജരായും അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബിന്ദുവിൻ്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. സിനിമ, സാംസ്കാരിക മേഖലകളിലെ പൊതുവായ ബന്ധങ്ങളാണ് ഇരുവരെയും അടുപ്പിച്ചത്. ഏഷ്യാനെറ്റിലെ പ്രശസ്തമായ നമ്മൾ തമ്മിൽ എന്ന പരിപാടിയുടെ അവതാരകനായിരുന്നു അന്ന് ഗണേഷ് കുമാർ. കൊട്ടാരക്കരയിലെ തറവാട്ട് വീട്ടിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ബിന്ദുവിൻ്റെ അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു അന്ന് പങ്കെടുത്തത്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു വിവാഹത്തിനൊരുക്കിയ സദ്യയും. ഇന്ത്യൻ കോഫി ഹൗസിൽ ഏകദേശം 100 പേർക്ക് മാത്രമായിരുന്നു അന്ന് സദ്യ ഓർഡർ ചെയ്തിരുന്നത്. വർഷങ്ങൾക്കിപ്പുറം ബിന്ദു മേനോനും സമാനമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ ഗണേഷ് കുമാറിന്റെ പഴയ ദാമ്പത്യ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ഈ ഘട്ടത്തിൽ. മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ഗണേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. തുടർന്നാണ് ഇവർ വിവാഹമോചിതരാകുന്നത്. അതേസമയം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന്റെ രാജി ചോദിച്ചു വാങ്ങണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ എന്തിനാണെന്ന് ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ടതെന്ന് ഇപ്പോൾ വ്യക്തമായെന്നും അദ്ദേഹം പരിഹസിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ട് പോലീസ് നിസ്സംഗത പാലിച്ചത് നാണക്കേടാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വിമർശിച്ചു. മന്ത്രിമാരുടെ ഭാര്യമാരോട് ഭർത്താവിനെതിരെ പറയലാണോ UDFന്റെ ജോലി? അവരുടെ കുടുംബത്തിലുണ്ടായ സംഭവമാണ്. മന്ത്രിയുടെ ഭാര്യ തന്നെ പുറത്തു പറഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷം പ്രതികരിച്ചത്. മന്ത്രിയുടെ ഭാര്യ തന്നെയാണ് പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞത്. ഇതൊരു മന്ത്രിസഭയാണ്. അവർക്ക് നാണമില്ലെങ്കിലും നമുക്ക് നാണമായിട്ട് വയ്യ. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നോക്കുകയാണ്. മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. ഗണേഷിനെതിരായ ആരോപണങ്ങൾ നിസ്സാരമായി കാണുന്നില്ലെന്നാണ് LDF വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ സാഹചര്യത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദം വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കെ.ബി. ഗണേഷ് കുമാറിനെതിരെ എല്ലാ തെളിവുകളും കൈവശമുണ്ടെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാണ് ഭാര്യ ബിന്ദു മേനോൻ വ്യക്തമാക്കിയത്. ഗണേഷ് കുമാറിന്റെ ആദ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് അവർ അറിയിച്ചു. 112ലേക്ക് വിളിക്കുന്നവർ ഭ്രാന്തന്മാരാണോ എന്നും ബിന്ദു ചോദിച്ചു. താൻ പാലക്കാട്ടെ വീട്ടിലാണ് കഴിയുന്നതെന്നും ആരുടെയും സംരക്ഷണം ആവശ്യമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ബിന്ദു ആയതുകൊണ്ടാണ് സ്ത്രീയിലേക്ക് വിളിച്ചതെന്നും ഇതുവരെ ഗണേഷ് കുമാർ തന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ബിന്ദു വെളിപ്പെടുത്തി. അതേസമയം വിവാദങ്ങളോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത് വന്നു. തനിക്ക് 5000 പ്രണയങ്ങളുണ്ടെന്നും എല്ലാം സ്നേഹമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മാത്രമല്ല, അല്പം മുമ്പും തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം താൻ പൊതുരംഗത്ത് സജീവമാണെന്ന സൂചനയും നൽകി. പ്രണയമില്ലാത്തവർ പൊട്ടനാണെന്നും തലയ്ക്ക് അസുഖം കാണുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് തനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതെന്നും മന്ത്രി ആരോപിച്ചു. പത്തനാപുരത്ത് മത്സരിച്ചപ്പോൾ തന്റെ മുൻ ഭാര്യ 25 പേജുള്ള പുസ്തകം അടിച്ചിറക്കി കുടുംബ കോടതിയിൽ നൽകിയിരുന്നുവെന്നും വീടുകളിൽ വിതരണം ചെയ്തിരുന്നുവെന്നും ഗണേഷ് കുമാർ വെളിപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്ര അധപ്പതനം തനിക്ക് ഉണ്ടായിട്ടില്ലെന്നും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നും നിലവിലെ ആരോപണങ്ങൾ തന്റെ ഭൂരിപക്ഷം കൂട്ടുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു.